സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരെ കണ്ടെത്താൻ സ്വന്തം നിലയ്ക്ക് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച ചാൻസലർ കൂടിയായ ഗവർണർക്ക് ഹൈക്കോടതിയിൽ നിന്നും വീണ്ടും തിരിച്ചടി. കാർഷിക സർവകലാശാലയിലും ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയിലെയും കമ്മിറ്റി രൂപീകരണമാണ് ജസ്റ്റിസ് എ സിയാദ് റഹ്മാൻ ഒരു മാസത്തേക്ക് ഇന്നലെ സ്റ്റേ ചെയ്തത്. ഇതോടെ ഗവർണർ രൂപീകരിച്ച 6 സർവകലാശാലകളിലെ കമ്മിറ്റികൾക്കും വിലക്കായി. കുഫോസ്, കേരള, NG, മലയാളം സർവകലാശാലകളിലെ സെർച്ച് കമ്മിറ്റി രൂപീകരണം കോടതി നേരത്തെ സ്റ്റേ ചെയ്തിരുന്നു. UGCയുടെയും ചാൻസലറുടെയും പ്രതിനിധികളെ മാത്രം ഉൾപ്പെടുത്തിയാണ് 6 സർവകലാശാലകളിലും ഗവർണർ കമ്മിറ്റികൾ രൂപീകരിച്ചത്. കാർഷിക സർവകലാശാലയിലെ കമ്മിറ്റി രൂപീകരണത്തിനെതിരെ ജനറൽ കൌൺസിൽ അംഗങ്ങളായ പ്രൊഫസർ ഡോക്ടർ PK സുരേഷ് കുമാർ, N കൃഷ്ണദാസ് എന്നിവരും ഓപ്പൺ സർവകലാശാലയിലെ കമ്മിറ്റിക്കെതിരെ ജനറൽ കൌൺസിൽ അംഗങ്ങളായ അഡ്വക്കേറ്റ് ബിജു K മാത്യു, ഡോക്ടർ K ശ്രീവത്സൻ എന്നിവരുമാണ് കോടതിയിലെത്തിയത്. ഇന്നലെ കേസ് പരിഗണിച്ചപ്പോൾ തന്നെ നേരത്തെ നൽകിയ ഉത്തരവുകളുടെ ചുവടു പിടിച്ച് കോടതി സ്റ്റേ ഉത്തരവ് നൽകി. ചാൻസലർ ഉൾപ്പെടെ എതിർകക്ഷികളോട് സത്യവാങ്മൂലം നൽകാനും നിർദ്ദേശിച്ചു. പ്രതിനിധിയെ ആവശ്യപ്പെട്ടിട്ടും നൽകാതെ VC നിയമന നടപടികൾ വൈകിക്കുന്ന സാഹചര്യത്തിലാണ് കമ്മിറ്റിയെ വെച്ചതെന്ന നിലപാടാണ് ചാൻസലറുടെ അഭിഭാഷകൻ സ്വീകരിച്ചത്. സെർച്ച് കമ്മിറ്റി രൂപീകരണത്തിനുള്ള അധികാരം ആർക്കാണെന്ന് വിശദമായി പരിശോധിക്കുമെന്നും കോടതി വ്യക്തമാക്കി.